നമസ്കാരം, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ സിലബസ് അനുസരിച്ചുള്ള ആദ്യ പാഠഭാഗമായ ഖിഡ്കി എന്ന ലഘുകഥയുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ ലഘുകഥയുടെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ മുന്നേ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ചേർക്കുന്നു. നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ശരി ഒരഭിപ്രായമെങ്കിലും എഴുതാനും മറക്കരുത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 മാർക്കിനും 2 മാർക്കിനും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഖിഡ്കി നമുക്ക് ലഘുകഥ കാ ലേഖക് കോൻ ഹെ? ആരാണ് ഖിഡ്കി എന്ന ലഘുകഥ എഴുതിയത്? അഞ്ജു ഖർബന്ദ. രണ്ടാമത്തെ ചോദ്യം, ഖിഡ്കി കിസ് വിധ കി രചന ഹെ? ഏത് തരത്തിൽപ്പെട്ട രചനയാണ് ഖിഡ്കി? ലഘുകഥ. അടുത്തത്, ഷാദി കാ ബുലാവ കഹാം സെ ആയാ ഥ? വിവാഹ ക്ഷണം എവിടെ നിന്നാണ് കിട്ടിയത്? ഹോഷിയാർപൂർ സെ. ബച്ചോം നെ ട്രെയിൻ മെയും കഹാം ബൈഠെ? കുട്ടികൾ ട്രെയിനിൽ എവിടെയാണ് ഇരുന്നത്? ഖിഡ്കി വാലി സീറ്റ് പർ. വിൻഡോ സീറ്റിലാണ്, ജനലിന് അടുത്തുള്ള സീറ്റിലാണ്. യുവതി ട്രെയിൻ മെയിൻ കിസ്കെ ലിയെ ആയി? ഒരു യുവതി ട്രെയിനിൽ എന്തിനു വേണ്ടിയാണ് വന്നത്? ഷാൾ ബേച്ചിനെ കെ ലിയെ? ഷാള് വിൽക്കുന്നതിന് വേണ്ടിയാണ്. പത്നി കിത്നി ഷാൾ ഖരീദി? ഭാര്യ എത്ര ഷാളാണ് വാങ്ങിയത്? 5 ഷാൾ. 5 ഷാളാണ് വാങ്ങിയത്. പത്നിനെ യുവതിക്കോ 1 പീസ് പെർ? പത്നി യുവതിക്ക് ഒരു പീസിന് കിത്തനെ റുപ്പേ ദിയ? എത്ര രൂപ കൊടുത്തു? 150 പെർ പീസ്. 150 ഒരു പീസിന്. യുവാക്കെ പിതാ കഹാം കാം കർ രഹേ ഥേ? യുവാവിൻ്റെ പിതാവ്, യുവാവ് എന്നുള്ളത് ഒരുപക്ഷെ ലേഖകൻ എന്നും ചോദിച്ചേക്കാം. യുവാക്കെ പിതാ കഹാം കാം കർ രഹേ ഥേ? എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? റെയിൽ ഗാഡിമേ സാമാൻ ബേച്ച് രഹേ ഥേ? ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. യുവാ ഓർ ഉൻകെ പരിവാർ ട്രെയിൻ മേം AC കെ ബജായ്? യുവാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ട്രെയിനിൽ AC പകരം ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ? ജനറൽ കോച്ചിൽ യാത്രയുടെ ആനന്ദം ആസ്വദിക്കാൻ തുടങ്ങി. ക്യൂ? എന്തുകൊണ്ടാണ്? സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി? തണുപ്പ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇസിലിയെ അതുകൊണ്ട് AC കോച്ചിക്ക് ബദലെ ACക്ക് പകരം ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായി? ജനറൽ കോച്ചിൽ അവർ യാത്ര ചെയ്യാൻ ജനറൽ കോച്ചിൻ്റെ ആനന്ദം അവർ ആസ്വദിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് പാഠത്തിൻ്റെ സൈഡിലുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. നമുക്ക് ഡയറക്റ്റായി ഈ സൈസ് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നില്ലെങ്കിലും ഈ പാഠഭാഗത്തിൽ നിന്നുള്ള ഏത് ചോദ്യം ചോദിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം എഴുതാൻ ഇത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് നല്ല വയ്ക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, AC കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലേന? ACക്ക് പകരം ജനറൽ കോച്ചിൽ യാത്രയുടെ ആനന്ദം ആസ്വദിക്കുക. ഇസ്കാ മതലബ് ക്യാ ഹോ സക്താ ഹെ? അതിൻ്റെ അർത്ഥം എന്താണ്? ज़्यादातर ജനറൽ കോച്ചോമേയും ഗരീബ് ലോഗ് ഓർ? കൂടുതലും ജനറൽ കോച്ചിൽ പാവപ്പെട്ട ആളുകളും അതുപോലെ തന്നെ AC കോച്ചോമേയും AC കോച്ചുകളിൽ അമീർ ലോഗ് ധനികരായിട്ടുള്ള ആളുകളും യാത്ര കർത്തെ ഹെ യാത്ര ചെയ്യുന്നു. അമീർ ലോഗോങ്കെ ബീച്ച് ധനികരുടെ ഇടയിൽ കൊയ് ബാത് ചിത് നഹി ഹോത്തി? അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ജനറൽ കോച്ചുകളിൽ
യാത്രാ കർണേസെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തരക് തരകെ പലതരത്തിലുള്ള ലോകോംസെ മിൽ സക്തേ ആളുകളുമായി നമുക്ക് കാണാനും പരിചയപ്പെടാനും കഴിയുന്നു. ഗരീബ് ലോകോക്കെ ജീവൻകോ പാവപ്പെട്ട ആളുകളുടെ ജീവൻ സമച്ചിനെ അവർ അത് മനസ്സിലാക്കുന്നതിനും ഉൻകെ സംഘർഷോങ്കോ അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും മഹസൂസ് കർണമേയും അനുഭവിക്കുന്നതിനും നമുക്കിത് സഹായിക്കും. അടുത്ത ചോദ്യം, അടുത്ത സൈഡ് ക്വസ്റ്റ്യൻ, യുവതീക്ക ഗല യുവതിയുടെ തൊണ്ട രുന്ത് ജാനേക്ക ഇടറിയതിൻ്റെ കാരൺ ക്യാ ഹോ സക്ത ഹെ അതിനുള്ള കാരണം എന്താണ്? മഹിളാ യാത്രീനെ ആ സ്ത്രീ യാത്രി ബഹുത്ത് കം പൈസേമേയും വളരെ കുറച്ച് പൈസയിൽ തന്നെ ഷാൾ ഖരീദിനേക്ക് ബാത്ത് കഹി ഷാള് വാങ്ങുന്നതിനുള്ള കാര്യം പറഞ്ഞു. യഹ് സോച്ചക്കർ ഇത് ചിന്തിച്ചപ്പോൾ യുവതി ബഹുത്ത് ദുഃഖി ഹുയി യുവതിക്ക് വളരെ ദുഃഖമുണ്ടായി. ക്യോങ്കി എന്തെന്നാൽ ഉസ്കെ ലിയേ അവരെ സംബന്ധിച്ചിടത്തോളം ബഹുത്ത് ബടാ നുക്സാൻ ഹോക വലിയ ബുദ്ധിമുട്ടായിരുന്നിരിക്കണം. യഹി നഹി ഇത് മാത്രമല്ല അപ്പിനെ ആർത്ഥിക കഠിനായിയോ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അവർ പാരിവാരിക സ്ഥിതിയോങ്കോ കുടുംബസ്ഥിതികളും യാത് ആയി ഹോകി അവർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഇത് അവരുടെ തൊണ്ട ഇടറിയത്. അടുത്ത സൈഡ് ക്വസ്റ്റ്യൻ, വോ ഏക് ബാർമേ ഹി അവർ ഒരു തവണ കൊണ്ട് തന്നെ ഡേട്ട് സൗമയും മാൻകയി 150 അവർ ഉറപ്പിച്ചു. ഗൽത്തിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ധോട തോൽമോൽ അവർ കർണ ചാഹിയത അല്പം കൂടി വിലപേശണമായിരുന്നു. ഇസ് കഥൻസെ ഈ പറച്ചിലൂടെ ലോകോങ്കെ ആളുകളുടെ കിസ് മനോഭാവുക ഏത് സ്വഭാവത്തെക്കുറിച്ചാണ് പരിചയം മിൽത്താഹെ നമുക്ക് പരിചയം കിട്ടുന്നത്? ആൻസർ, ഇസ് കഥൻസെ ഈ പറച്ചിൽ കൊണ്ട് ലോകോങ്കെ ആളുകളുടെ തോൽമോൾ കർണേക്ക് വിലപേശാനുള്ള പ്രവൃത്തി ദർശാത്തി ഹെ ആ ഒരു സ്വഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യക്ക് ലോഭമാനേക്ക് ലാലച്ച് ആളുകളുടെ ആ കൊതിയോടുള്ള അത്യാഗ്രഹം മനോഭാവ് ഹി ആ മനോഭാവവും യഹാം പ്രകട ഹോത്താ ഹെ ഇവിടെ പ്രകടമാക്കുന്നു. അടുത്ത ചോദ്യം, ഉൻകി ആങ്കോമേ ഭി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും വഹി നമീധി ആ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതി കി ആങ്കോമേ ഭി ഇന്ന് ആ യുവതിയുടെ കണ്ണിലുണ്ടായിരുന്നത് പോലെ തന്നെ. ലേഖ് കെ ലേഖകന്റെ പിതാജി ഔർ ഉസ് യുവതിയുമേയും ആ യുവതിയിലും കോൻസി സമാനത ഹോ സക്തി ഹെ രണ്ടുപേരും തമ്മിലുള്ള സാമീപ്യം അല്ലെങ്കിൽ സമാനത എന്താണ്? ലേഖകന്റെ പിതാജിയും ഉസ് യുവതി കെ സമാൻ ആ യുവതിയെ പോലെ റെയിൽ ഗാഡിയുമേയും ട്രെയിനിൽ സമാൻ ബേച്ചിനേക്ക കാം കറഹേതെ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു. ആർത്തിക കഠിനായിയോങ്കെ കാരൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പിതാവിന് ജീവന്മേയും ജീവിതത്തിൽ കൈ ഇച്ഛാവോങ്കോ പല ആഗ്രഹങ്ങളും ത്യാഗകർണപ്പട ത്യജിക്കേണ്ടതായി വന്നു. വേ ധോനവും അവർ രണ്ടുപേരും അപ്പനെ പരിവാർ കേലിയെ അവരവരുടെ കുടുംബത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് സമാന രൂപസേ ധക്ക് ചുകേതെ ഒരേപോലെ തന്നെ വളരെ ക്ഷീണിച്ച് അവശത അനുഭവിച്ചിരുന്നു. ഇസിലിയെ അതുകൊണ്ട് ദോനോങ്കി ആങ്കോമയും രണ്ടുപേരുടെയും കണ്ണുകളിൽ നിരാശാക്കി അൻസു ദേഖ് നിരാശയുടെ കണ്ണീര് കാണാമായിരുന്നു. അടുത്തതായി പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് നമുക്ക് പരിശോധിക്കാം, ഗതിവിധിയാം. ആദ്യം കൊടുത്തിരിക്കുന്നത് കഹാനി പഠേ ഓർ റിക്തസ്ഥാൻ കി പൂർത്തീകരയും കഥ പഠിച്ച് വായിച്ച് അവിടെ ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലങ്ങൾ പൂരിപ്പിക്കാനാണ്. നമുക്ക് മനസ്സിലാകും ലഘു കഥ അതൊരു മെയിൻ ഹെഡിങ് ആണ്. ലഘുകഥ ആ ലഘുകഥയിലെ ഘട്ന സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ, സ്ഥലം ഇത് താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ നമ്മൾ എഴുതണം. ആദ്യം ഇതൊരു ലഘുകഥയാണ്. ആ ലഘുകഥയിലെ ഘട്ന സംഭവം, അപ്പോൾ അതെന്താണ് അവിടെ നടന്ന സംഭവം,
അതാണ് ആദ്യത്തെ ബോക്സിൽ കൊടുക്കേണ്ടത്. എന്താണ് ആദ്യം നടന്ന സംഭവം? റെയിൽ ഗാഡി ട്രെയിനിലൂടെ ഹോഷിയാർപൂർ കി യാത്ര കെ ബീച്ച് മേം, ഹോഷിയാർപൂരിലേക്കുള്ള യാത്രാമധ്യേ एक महिला, ഒരു സ്ത്രീ, ഷാൾ ബേച്ചിനേക്കോ ആത്തി ഹെ, ഷാൾ വിൽക്കാൻ വരുന്നു. അപ്പോഴെന്താണ് അവിടുത്തെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? പതി, പത്നി, ബച്ചെ, ഷാൾ ബേച്ചിനെ വലിയ യുവതി, അന്യയാത്രിക, മറ്റ് യാത്രക്കാരും അവരുടെ കുടുംബാംഗങ്ങളും. ഇനി അവിടെ അത് ഏത് സ്ഥലത്താണ് നടക്കുന്നത്? സ്ഥാൻ റെയിൽ ഗാഡിക്ക് ഡിബേമേ, റെയിൽ ഗാഡിയുടെ ഡിബയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വെച്ചാണ് നമ്മൾ ഒരു പട്കഥ തയ്യാറാക്കുന്നത്. പട്കഥ തയ്യാറാക്കുമ്പോൾ ഓരോ സീനുകൾ എടുത്ത് അതെവിടെയാണ് നടക്കുന്നത്, അതിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്, അതിനകത്ത് അഡീഷണലായി വരുന്നത് വേഷഭൂഷ തുടങ്ങിയ കാര്യങ്ങൾ കൂടി വയസ്സ് അവ കൂടി അതിനകത്ത് കാണും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് സംഭവം വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഷാൾ വിൽക്കുന്ന ആ സമയത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അടുത്തത് നമൂനെ കെ അനുസാർ വാക്യോം കോ ബദൽ കർ ലിഖേ. നമുക്കൊരു എക്സാമ്പിൾ തരും. ആ എക്സാമ്പിൾ എങ്ങനെയാണോ കിടക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള സെൻറ്റൻസുകളൂടെ മാറ്റി എഴുതുക. അപ്പോൾ നമുക്കതൊരു മോഡലിനായി അവർ തന്നിരിക്കുന്നു. ആദ്യം നമുക്കൊരെണ്ണം തന്നിരിക്കുന്നു, ഷാദി കാ ബുലാവായ, കല്യാണത്തിൻ്റെ ക്ഷണം വന്നു. അത് ഒരു സിമ്പിൾ പാസ്റ്റാണ്, സാമാന്യഭൂതകാലമാണ്. അപ്പോൾ ഇതിനെ അവർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഷാദി കാ ബുലാവ ആയാഥ. ആ ആയ എന്നുള്ളതിൻ്റെ കൂടെ ധ, ധേ, ധി ആ പ്രയോഗം കൂടെ ചേർക്കുമ്പോൾ ഇതൊരു പൂർണ്ണ ഭൂതകാലമായി മാറുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് അതുപോലെ ബാക്കിയുള്ളതിനെ മാറ്റണം. ചിലപ്പോൾ നമുക്ക് പൂർണ്ണ ഭൂതകാലം തരും, അതിനെ സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റാനും, സാമാന്യ ഭൂതകാലം തരും, അതിനെ പൂർണ്ണ ഭൂതകാലത്തിലേക്ക് മാറ്റാനും, പിന്നെ അതുപോലെ നമുക്ക് സ്വന്തമായി നമ്മൾ കണ്ടുപിടിച്ചെഴുതാനുമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. പത്നി ബാത്തോं में मशगूल हो गई, പത്നി ബാത്തോं में മഷ്ഗൂൾ ഹോ ഗയി ധി, അവിടെ ധി കൂടെ ചേർത്താൽ മതി. അടുത്ത എന്താണ്? അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് ലട്ക ബെഞ്ച് പർ ബൈഠാ ഥ, അവിടെ ധ മാറ്റി കഴിയുമ്പോൾ ലട്ക ബെഞ്ച് പർ ബൈഠ. അപ്പം അടുത്തതോ മീനു ബാസാർ കി ഓർ ചലി ധി, അതിലെ ധി മാറ്റി മീനു ബാസാർ കി ഓർ ചലി. ഇനി സ്വന്തമായി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൈനെ പത്നിക്കോ ഇഷാര കിയ, പാഠഭാഗത്തുള്ളത് തന്നെയാണ്. മൈനെ പത്നിക്കോ ഇഷാര കിയ ഥ. ചുപ്പ് രഖ്നേക്ക സങ്കേതിയ, എന്താണ്? അവിടെ ധ കൂടി ചേർക്കണം. ചുപ്പ് രഖ്നേക്ക സങ്കേത് ദിയാ ഥ. അപ്പം ഇങ്ങനെ ഇതുപോലെ നമുക്ക് അഡീഷണലായി കുറേ. അടുത്ത ഗതിവിധി നമുക്ക് പരിശോധിക്കാം. റെയിൽ ഗാഡിക്ക് അനുഭവനെ, റെയിൽ ഗാഡിയിലെ അനുഭവം. പതിക്കോ അപ്നെ പിതാക്ക് യാദ് ദിലായി, ഭർത്താവിനെ തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ഉണർത്തി. ഉസ്കി ഡയറി ലിഖേ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതുവാനാണ്. അടുത്ത ചോദ്യം ഇത് സ്ഥിരമായി ചോദിക്കുന്ന 4 മാർക്കിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. 8ാം ക്ലാസ് മുതൽ നമുക്ക് പരിചയമുള്ള ഒരു ചോദ്യമാണ് ഡയറി ലിഖേ. അപ്പോൾ ഡയറി എഴുതുന്നത് നമ്മൾ ഒരു ദിവസത്തിൻ്റെ അവസാനമായിരിക്കും. ആ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡയറി എഴുതുന്നത്. അപ്പോൾ നമ്മൾ തീയതി എഴുതുമ്പോൾ നമ്മൾ മാസത്തിൻ്റെ പേര് പ്രത്യേകം എഴുതി വേണം നമ്മൾ എഴുതേണ്ടത്. 25 ജൂലൈ, 25 ജൂലൈ, ജൂലൈ മാസം 2025, 2025 ശുക്രവാർ. അപ്പോൾ നമ്മൾ കോമണായി എഴുതാവുന്ന സെൻറ്റൻസുകളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ആജ് കൈസ ദിൻ ഥ, ഇന്ന് എന്ത് ദിവസമായിരുന്നു? ആജ് ക ദിൻ, ഇന്നത്തെ ദിവസം. കൈസെ ഭൂലു, ഞാൻ എങ്ങനെ മറക്കും? മേരി ബാത്തേയും, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. കിസ്സെ കഹൂം, ആരോട് പറയും? മേം ഡയറി മേം ലിഖ്താഹും, ഞാൻ അത് ഡയറിയിൽ എഴുതുകയാണ്. ആജ്, ഇന്ന്. മെയിം ഓർ മേര പരിവാർ, ഞാനും എൻ്റെ കുടുംബവും. റെയിൽ ഗാഡീസെ, ട്രെയിനിൽ. ഹോഷിയാർപൂർ ജാ രഹേതെ, ഹോഷിയാർപൂരിലേക്ക് പോകുകയായിരുന്നു. ബീച്ച് മേം, പോകുന്നതിനിടയിൽ. രംഗ് ബിരംഗിയും ഷാളുങ്ക, പല നിറങ്ങളിലുള്ള ഷാളുകളുടെ. ഭാരി
ഗഡർ ഉഠായെ കെട്ടും എടുത്തുകൊണ്ട് ഏക്ക് സുന്ദരി യുവതി, ഒരു സുന്ദരിയായ യുവതി പത്നിക്കോ ഭാര്യയെ ഇഷാര കർ രഹി ഥി, അവരോട് ആംഗ്യം കാണിച്ചു. കുച്ച് തോൽമോൽ കെ ബാദ്, അല്പം ബലപേശലിന് ശേഷം പത്നിനെ ഭാര്യ 150 റുപ്പയെ പ്രതി, ഒരെണ്ണത്തിന് 150 രൂപ വീതം വെച്ച് ഷാളിന്റെ ദർസെ 5 ഷാൾ ഖരീദേ, മൊത്തത്തിൽ 5 ഷാള് വാങ്ങി. അപ്നി ഗരീബി, അവരുടെ ദാരിദ്ര്യവും ഓർ കഠിനായിയും കെ കാരണം, അവരുടെ ബുദ്ധിമുട്ടുകളും കാരണം ഉനെയും അവർക്ക് അപ്നി പത്നി ദ്വാര തൈ കീ ഗയി, ഭാര്യ ഉറപ്പിച്ച കീമത്ത് പർ, വിലയ്ക്ക് ഷാൾ ദേന പട, ആ ഷാള് കൊടുക്കേണ്ടതായി വന്നു. ഉസ്കി നമി ആംഖ്യം ദേക്കർ, അവളുടെ നനഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ മുച്ചേ, എനിക്ക് മേര ബെച്ചിപ്പൻ യാതായ, എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ഉസ് സമയ, ആ കാലഘട്ടത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജി ഭി, എൻ്റെ പിതാവും ഉസ് ലഡ്കിക്ക് തരഹ്, ആ പെൺകുട്ടിയെ പോലെ റെയിൽ ഗാഡിമേയും, ട്രെയിനിൽ സാമാൻ ബേച്ചുകർ, സാധനങ്ങൾ വിറ്റിട്ട് ഘർ ആത്തെ സമയ, വീട്ടിൽ വരുമ്പോൾ ഉൻകി ആംഖേം ഭി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളും അൻസുവും സേ, കണ്ണുനീര് കൊണ്ട് ഭരി ഹോത്തി ഥി, നിറഞ്ഞിരുന്നു. ഇസ് ദൃശ്യനെ, ഈ ദൃശ്യം മുझे बहुत ദുഃഖി കർ ദിയ, എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയിരുന്നു. അടുത്ത ചോദ്യം, കഹാനി കി ഖിഡ്കി, കഥയിലെ ഖിഡ്കി അനേക ആശയവും കാ സൂചക ഹേ, അനേകം ആശയങ്ങളുടെ സൂചകമാണ്. സമച്ചായി, എന്തിൻ്റെ എല്ലാം സൂചകമാണ് എന്ന് നമ്മൾ വ്യക്തമാക്കുക. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ച് പല ആശയങ്ങളും കണ്ടെത്താം. അപ്പോൾ അതിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സാമാന്യ രൂപത്തിൽ കഹിന്തോ പറയുകയാണെങ്കിൽ, ഖിഡ്കിയേക്ക് ऐसा उपकरण है जो घर के अंदर और बाहर की चीजें देख सकते हैं. നമ്മൾ ഒരു ജനലിലൂടെ അകത്തും പുറത്തുമുള്ള കാര്യങ്ങൾ കാണാൻ നമുക്ക് സഹായിക്കുന്നു. അതാണ് സാധാരണയായി ജനൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിനി പുതിയ ആശയങ്ങൾ എന്ത് കണ്ടുപിടിക്കാം. ഖിഡ്കി ഗരീബ് ഓർ അമീർ ലോഗോं का പ്രതിനിധിത്വ करते हैं, പാവപ്പെട്ടവരെയും ധനികരെയും പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ ഖിഡ്കി പിछले ജീവൻ ഓർ വർത്തമാന ജീവൻ കോ ജോഡ്നെ കാ സൂചക ഹൈ, കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതവും ഈ പ്രസന്റിലെ ഇപ്പോൾ നടക്കുന്ന ജീവിതവുമായി നമുക്ക് ബന്ധിപ്പിക്കുന്ന ഒരു സൂചകമാണ്. ഇവിടെ ലേഖകൻ തന്നെ ഇവിടെ നടക്കുന്ന ഷാൾ വിൽപ്പനയും കണ്ടു, ഒപ്പം തൻ്റെ പിതാവിൻ്റെ ആ സങ്കടവും കണ്ടു. അടുത്ത ഖിഡ്കി ഇച്ഛാവും ഓർ സ്വപ്നവും കാ പ്രതീക, ഇച്ഛയുടെയും ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീകമാണ്. ഖിഡ്കി അതീത് ഓർ അഗാമി സ്വപ്നവും കാ പ്രതീക, കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചും ഇനി വരാനുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെയും പ്രതീകമാണ് ഖിഡ്കി. അടുത്തത് ഗതിവിധിയിൽ അവസാനത്തതാണ്. അതിനു മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ശരി, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് തരാവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. കഹാനി കെ ലിയെ ഓർ ഏക് ശീർഷക് സുചായേ, നമ്മൾ കഥയ്ക്ക് മറ്റൊരു ഹെഡിങ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഉസ്ക ഔചിത്യപ്പി ബനായി, അതിൻ്റെ ഔചിത്യവും എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കഥയ്ക്ക് പറ്റിയ ഒരു ഹെഡിങ് നമുക്ക് സ്വമേധയാ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് കൂടി നമ്മൾ പറയണം. കഹാനിയേക്ക് റെയിൽ യാത്രയ്ക്ക് ശുരു ഹോത്തി ഹൈ, ഒരു ട്രെയിൻ യാത്രയുടെ ആരംഭമാണ്. ഹം ട്രെയിൻ കെ കൈ ലോഗോं की जिंदगी का സഫർ ദേഖ്തേ ഹൈ, നമ്മൾ ട്രെയിൻ യാത്രയിൽ പല യാത്രക്കാരുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. പത്നി ട്രെയിൻമേയും കീ ഗയി ഗൽത്തിക്ക് ബാരേമേ, പത്നിക്ക് ട്രെയിനിൽ വെച്ചുണ്ടായ ആ തെറ്റ്, അവർ ഷാള് വാങ്ങിയപ്പോൾ വില കൂടിപ്പോയി എന്നുള്ള അവരുടെ ഒരു തെറ്റ്, ഒരു സങ്കടം കെ ബാരേമേ സോച്ചുകർ, അവർ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനോഭാവം അതാണ്. അവർ പതി
എന്നാൽ ഭർത്താവ് रेलगाड़ी में सामान बेचने वाली युवती की ദയനീയത ദേക്കുക. ഭർത്താവ് എന്താണ് ചെയ്യുന്നത്? ഭാര്യ തനിക്ക് പറ്റിപ്പോയ അബദ്ധം, വില കൂടിപ്പോയി, ഒരുപാട് അവർക്ക് അബദ്ധം പറ്റിപ്പോയി എന്നുള്ള തരത്തിൽ. എന്നാൽ അതേ സമയത്ത് തന്നെ ഭർത്താവ് ഈ യുവതിയെ കണ്ടപ്പോൾ തൻ്റെ കുട്ടിക്കാലത്തിൽ പിതാവ് കഷ്ടപ്പെടുന്ന തൻ്റെ കഷ്ടപ്പാട്, തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മ ഇതാണ് വന്നത്. अपने पिता के बारे में सोचते हुए യാത്ര ജാരി രഖ്താ ഹെ, തൻ്റെ യാത്ര തുടരുകയാണ്. ഇസ് പ്രകാർ സോചേം തോ, ഇപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ യാത്ര ഏക് ഉചിത ശീർഷക് ഹെ, യാത്ര ഒരു ഉചിതമായ ഹെഡിംഗ് ആണ്. മറ്റ് പാഠഭാഗങ്ങളുടെയും ചോദ്യപേപ്പറുകളുടെയും വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.